നമസ്കാരം. കത്തുന്ന അടുപ്പിൽ അരിയും അതിൻ്റെ മേലെയുള്ള പാത്രത്തിൽ ചുച്ചുമോൾക്ക് കുളിക്കാനുള്ള വെള്ളവും അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ കുടിവെള്ളമാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഉച്ചക്കലത്തേക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയത് ആ ചീര പരിപ്പ് വേവിച്ചായിരുന്നു. എന്നിട്ട് അതിലേക്ക് ചീര അരിഞ്ഞ് കുറച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഈ ഏരിയയിലുള്ള മിക്കവർക്കും ചീരക്കറി ആയിരിക്കും. ചീരച്ചേട്ടൻ വന്നിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് അത് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് പച്ചമുളക് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു 2 മുളക് കീറിയിട്ടു. അപ്പോൾ വെന്ത പരിപ്പിലേക്ക് ചീരയും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിന് കറിയായിട്ട് ഇഞ്ചിക്കറിയും പപ്പടമാണ്. അങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ. പിന്നെ ഇച്ചിരി ചായയും. അപ്പോൾ അങ്ങനെ ഇഞ്ചിക്കറിയും പുട്ടൊക്കെ കൂട്ടി നല്ല ആവശ്യമായിട്ട് ഫുഡ് കഴിച്ചു. ഇത് അമ്മ കേട്ടോ. അപ്പോൾ അമ്മയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചിക്കൻ കാലം നല്ല കേട്ടോ. അത് ഇഞ്ചിക്കറിയിലെ വേപ്പില കടിച്ചു പൊറിച്ചതാണ്. അങ്ങനെ അപ്പോൾ അതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരവും ഒരു പിഞ്ച് ഓഫ് ജീരകവും ഒരൊറ്റ ഉള്ളിയും ചുവന്നുള്ളിയും മാത്രമായിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കറിയിൽ ജീരകത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത്രയൊക്കെ അരച്ച് ദാണ്ടെ ചേർത്ത് അതിന് കടുക് വറുക്കാനായിട്ട് കടുക്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കൊച്ചുള്ളി അങ്ങനെ നനെ അരിഞ്ഞിട്ട് അത് മൂപ്പിച്ചിട്ട് വേണം അതിലേക്ക് വറവിടാനായിട്ട്. അങ്ങനെ ദാണ്ടെ അതൊക്കെ മൂപ്പിച്ച് അതിലേക്ക് വറവിട്ടു. അപ്പോൾ പരിപ്പും ചീരയും തേങ്ങ അരച്ച് വെച്ചത് കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു. ഉച്ചയ്ക്ക് അതൊക്കെ കൂടി നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം ഒരു വളകാപ്പ് ഉണ്ടായിരുന്നു, ഒരു കസിൻ്റെയാണ്. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ. ബൈ.